ഞങ്ങൾ 2020 മുതൽ 2020 ഒരു ധവളപത്രം ഇറക്കി, 2022 ഒരു ധവളപത്രം ഇറക്കി. ഈ രണ്ട് ധവളപത്രത്തിലും ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ധനപ്രതിസന്ധിയെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചാണ്. ആ രണ്ട് ധവളപത്രത്തിലും പറഞ്ഞ കാരണങ്ങളാണ് ഈ ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. കേന്ദ്രത്തിലെ ധനകാര്യ കമ്മീഷൻ മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്കുള്ള വിഹിതം കുറഞ്ഞത് അത് ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതൊരു കാരണം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ്. പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ അഴിമതി, കെടുകാര്യസ്ഥത, ധൂർത്ത്, നികുതി ഭരണ സംവിധാനത്തിലുണ്ടായ ദയനീയമായ പരാജയം. 30,000 കോടി രൂപ IGSTയിൽ നിന്ന് കിട്ടാനുണ്ട്, ഡൽഹിയിൽ നിന്ന്. അത് മേടിക്കാൻ ഉള്ള ഡോക്യുമെന്റ് കൊടുക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു ഗവൺമെന്റാണിത്. അത് മേടിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ, റിട്ടേൺ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ 30,000 കോടി രൂപയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. 5 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് 30,000 കോടി രൂപ. നികുതി പിരിവില്ല, സ്വർണത്തിൽ നിന്ന് നികുതി പിരിവില്ല, ബാറിൽ നിന്ന് നികുതി പിരിവില്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി മാറ്റി. നികുതി ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ദയനീയമായ പരാജയമാണ് സർക്കാർ. എന്തിനാ ബജറ്റ് ഇറങ്ങുന്നത്? ഇവര് ബജറ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല. 1 ലക്ഷം രൂപയ്ക്ക് മീതെ ഒരു ചെക്ക് പാസ്സാവില്ല. പുല്ല് വെട്ടിയതിന്റെ കാശ് കൊടുക്കാനില്ല പഞ്ചായത്തിൽ. ഒരു ഓടമെടുത്താൽ കാശ് കൊടുക്കാൻ ട്രഷറിയിലില്ല. ട്രഷറി താഴിട്ട് പൂട്ടിയിട്ട് താക്കോലുമായിട്ട് ഇവര് നടക്കുന്നത്. അപ്പൊ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് 10,000 കോടി രൂപയുടെ. KSRTC, വൈദ്യുതി ബോർഡ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം എല്ലാം തകർന്നു തരിപ്പണമായി. എന്നിട്ട് ഈ കഴിവുകേടും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഞങ്ങളുണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ MPമാർ, UDF MPമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കൊണ്ട് കൊടുത്തു. പിന്നെ കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ ഇറക്കട്ടെ. അവർ കണക്ക് കൊടുത്തിട്ടും കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാത്ത കേസുകൾ. ഇവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്താലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നത്. അത് കൊടുത്തിട്ടും കേന്ദ്രം തരാത്ത, പണം തരാത്ത കേസ് ഏതൊക്കെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും, ഞങ്ങളുടെ MPമാർ നിൽക്കും. അതൊന്നുമില്ല, അവ്യക്തതയാണ്.